വറുത്തരച്ച കോഴിക്കറി ചേർത്ത് തേങ്ങാപ്പാലിൽ മുക്കിയ പത്തിരി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ആവശ്യമായിട്ട് നമ്മൾ ഒരു 750 ഗ്രാം ചിക്കൻ പീസസ് ഒരുമാതിരി മീഡിയം സൈസായിട്ട് മുറിച്ചിട്ട് അതിനകത്തോട്ട് ഞാനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ആ കോഴിക്കഷ്ണത്തിലിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ച് പരട്ടി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വെക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ കോഴിക്കഷ്ണത്തിനകത്തോട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉപ്പൊക്കെ കിട്ടുമ്പോൾ അതിനകത്തോട്ട് ദശയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ പരട്ടി വെക്കുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. കോഴി പീസസിനെ നമുക്കിതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചു. അതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, അതായത് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ട് പരട്ടിയ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5-6 അല്ലി പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നല്ല ഫ്രഷ് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം. നമുക്ക് ഇതിനൊരു നല്ല തിക്ക് കോക്കനട്ട് ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കത് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഉപ്പ് ഇപ്പോൾ നമ്മൾ ചിക്കനിൽ ചേർത്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചേർക്കണ്ട. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അന്നേരം ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്കിതിനെ മീഡിയം തീയിലൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മീഡിയം തീയിലിട്ട് ഒരു 15 മിനിറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് കുക്ക് ചെയ്ത് എടുക്കാം. പിന്നെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. എന്നിട്ട് മീഡിയം തീയിൽ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം വേറെ അടുപ്പത്ത് നമുക്കിതിനുള്ള ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് അത്യാവശ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്കിത് ആ തേങ്ങ അതിനകത്ത് നമുക്ക് റോസ്റ്റ് ചെയ്ത് അരച്ചെടുക്കാനാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോഴാണ് അത് എളുപ്പം റോസ്റ്റായി വരുള്ളൂ. പിന്നെ ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു തേങ്ങ, അതൊരു മീഡിയം തേങ്ങയാണ് ഇട്ടേക്കുന്നത്. ഒത്തിരി വലിയ തേങ്ങയില്ല. വലിയ തേങ്ങയാണെങ്കിൽ അരമുറി ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനെയും ചെറിയ തീയിൽ, അതായത് മീഡിയം ഹീറ്റിൽ വേണം എല്ലായിടും ഒരുപോലെ ബ്രൗൺ ആകുന്ന വരെ നമുക്കതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പകുതി ബ്രൗണായി തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് 2-3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതിനപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ഇതൊന്ന് ചെറിയ തീയിലിരുന്ന് ലൈറ്റ് ബ്രൗൺ ആവട്ടെ. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചത് എന്തായാലും നോക്കാം. കണ്ടോ, അപ്പോൾ ചെറിയ തിള വന്നിട്ടേ ഉള്ളൂ. നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട് കിച്ചണിൽ. അതിലൊക്കെ കിടന്നതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഒരു 15 മിനിറ്റ് എടുക്കും. ഇത് ടോട്ടൽ കുക്കിംഗ് ടൈം ഇതിൻ്റെ. ഇപ്പോൾ തേങ്ങയുടെ വെള്ളമയം ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 5-6 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം കറുവാപ്പട്ട, 2-3 ഏലക്കായ, 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ഇതിനകത്ത് കിടന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇതെല്ലാം കൂടെ വേണം നമുക്ക് വെള്ളം തൊടാതെ വേണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പം തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഇടുമ്പോൾ നമുക്ക് വേറെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യേണ്ട. എല്ലാം ഇതിനകത്തിട്ട് നല്ല റോസ്റ്റ് ചെയ്ത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കറിവേപ്പില വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ കറിവേപ്പിലയും കൂടെ റോസ്റ്റ് ചെയ്ത് അരച്ചെടുക്കുമ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കറിക്ക് കിട്ടും. അപ്പോൾ കറിവേപ്പില ഇതിനകത്ത് കിടന്ന് റോസ്റ്റായി വരട്ടെ. കണ്ടോ, ചെറിയ ലൈറ്റ് ബ്രൗണായി വരുന്നുണ്ട്. പക്ഷേ നല്ലതായിട്ട് മൊരിയണം. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ പകുതി റോസ്റ്റ് ആയിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, നല്ലൊരു ഫ്ലേവർ കിട്ടും പെരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ. എന്നിട്ട് നമുക്ക് ആ പെരിഞ്ചീരകത്തിനെ ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ബ്രൗൺ ആവുന്ന വരെ റോസ്റ്റ് ചെയ്ത് മാറ്റും. തേങ്ങ നല്ലതായിട്ട് റോസ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചത് എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇപ്പോൾ കളറൊക്കെ മാറി വെന്ത് വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ എടുക്കും. അപ്പോഴേക്കും നമ്മുടെ അരപ്പും റെഡിയാകും. ഞാൻ ഇളക്കി കൊടുത്തു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് നമുക്ക് പിന്നെയും ഇതിനെ മൂടി വെച്ച് വേവിക്കും. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുമാതിരി റോസ്റ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിനകത്ത് ഈ അരപ്പിലും കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. എന്നിട്ട് നമുക്കിനി ഇപ്പം തന്നെ അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ആറി കഴിയുമ്പോൾ ചെറിയ ചൂടോടെ വേണം, വെള്ളം തൊടാതെ
മിക്സ് ചെയ്ത് നമുക്കിതിനെ അരച്ചൊരു പേസ്റ്റാക്കി എടുക്കാം. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ചെറിയ ചൂടോടെ വേണം അത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ആ റോസ്റ്റ് ചെയ്ത കോക്കനട്ട് മിക്സിക്കകത്തോട്ട് ഇട്ടു. ഇനി നമുക്കിതിനെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ഒട്ടും ചേർക്കരുത്, അല്ലാതെ വേണം അരച്ചെടുത്ത് കൊടുക്കാൻ. പിന്നെ അത് ശരിക്കും അരഞ്ഞില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ കിട്ടും. നമുക്ക് മിക്സി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇനി ചിക്കൻ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് തന്നെ യോജിപ്പിക്കാം. കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഗ്രേവിക്ക്. ഇതാണ് ശരിക്കും വറുത്തരച്ച ഗ്രേവിയുടെ കളറ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പിലിരുന്നും കൂടെ ചിക്കൻ ഒരു 5 മിനിറ്റ്സ് വേവണം. അപ്പോഴേ ആ ചിക്കനിലും ഒക്കെ ആ വറുത്തരച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് മീഡിയം തീയിൽ മൂടി വെച്ച് ഒന്നും കൂടെ 5 മിനിറ്റ്സ് കുക്ക് ചെയ്ത് എടുക്കാൻ പോവാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ കറിയുടെ എണ്ണയൊക്കെ ചെറിയ തീയിൽ തിളച്ച് വരുന്നുണ്ട്. എണ്ണയൊക്കെ കണ്ടോ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ ഈ കറി ഏറ്റവും ബെസ്റ്റ് എന്തിൻ്റെ കൂടിയാണ് കോമ്പിനേഷൻ? നല്ല പത്തിരി, തേങ്ങാപ്പാലിൽ മുക്കിയെടുത്ത പത്തിരി ഇതും കൂടെയാണ്, ചിക്കൻ വറുത്തരച്ച കറിയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും എന്താ വേണ്ടത്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് നല്ല അടിപൊളിയാണ്, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ ചിക്കൻ കറി റെഡിയാക്കിയിട്ട്. അപ്പോൾ നല്ല പത്തിരി എനിക്ക് കിട്ടി. അത് നല്ല ഫ്രഷ് തേങ്ങാപ്പാലിൽ ഓരോ പത്തിരി തേങ്ങാപ്പാലിൽ മുക്കി നമ്മൾ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ വേണം കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ അതങ്ങ് കുതിർന്ന് പോകും. ഇതും വറുത്തരച്ച കറിയും കൂടിയാണ് കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.